എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണങ്ങൾ ചിട്ടയോടെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എൻ.ഡി.എയും വളരെ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. മോദി സർക്കാരിലുള്ള അംഗീകാരവും അതോടൊപ്പം തന്നെ മോദിയിലുള്ള വിശ്വാസവും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളുമെല്ലാം വോട്ടാകുമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ.എസ്. രാധാകൃഷ്ണൻ പറയുന്നു. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ആവേശഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രചരണത്തിലാണ് എൻ.ഡി.എയും ഉള്ളത്. എറണാകുളത്ത് ശക്തമായ പ്രചരണം തന്നെയാണ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ നടത്തുന്നത്. അദ്ദേഹം മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തരംഗം സൃഷ്ടിക്കാനും ചലനം സൃഷ്ടിക്കാനും എല്ലാം കഴിഞ്ഞ സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതയും ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനുണ്ട്. ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ വോട്ട് പല മടങ്ങ് വർദ്ധിപ്പിച്ച ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ എറണാകുളത്ത് ഓരോ വോട്ടർമാരെയും ഒപ്പം തന്നെ സമുദായ സംഘടനാ നേതാക്കളെയും അടക്കം നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ മികച്ച വിജയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ എങ്ങനെ കാണുന്നു ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ? അല്ല, അവസാന നിമിഷത്തിലേക്ക് ആയിട്ടില്ല. ഞങ്ങൾ വളരെ ഏറ്റവും സജീവമായി, ഞങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വൈകിയാണ് വന്നതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒട്ടും വൈകിട്ടില്ല, സമയത്താണ് വന്നതെന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊപ്പമായി പ്രചരണ രംഗത്ത്. ഈ പ്രാവശ്യം ഞാൻ ജയിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ചിരി ഞാൻ കാണുന്നുണ്ട്. എന്താണ് ഈ ഒരു 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് വിജയപ്രതീക്ഷ വെക്കുക എന്ന്? കാരണമുണ്ട്. മോദിക്ക് അനുകൂലമായ ഒരു തരംഗം ഇന്ത്യയിലാകമാനം ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും സമ്മതിക്കും. പക്ഷേ ഞാൻ പറയുന്നത് മോദിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിലെല്ലായിടത്തും ഉണ്ട്. ആ ട്രെൻഡ് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. എന്നുവെച്ചാൽ അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ, മീൻ വിൽക്കുന്നവർ, പച്ചക്കറി വിൽക്കുന്നവർ, ചെറിയ ചായക്കട എന്ന് പറയാൻ പറ്റില്ല, പെട്ടിക്കടയിൽ ചായ വിൽക്കുന്നവർ, പെട്രോൾ ബങ്കിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുന്നവർ, പിന്നെ ഈ സ്കൂട്ടറിൽ മീൻ വിൽക്കാൻ പോകുന്നത്, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ ക്ഷീണം മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പെരുവെയിലത്തും ഞങ്ങൾക്ക് കഴിയുന്നു. അതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോകുന്നു, അപ്പോൾ ഒരു സ്ത്രീ സ്കൂട്ടറിൽ 2 ബക്കറ്റ് വെച്ചിട്ട് മീൻ വിൽക്കുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്കൂട്ടർ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നോട്ടെടുത്തിട്ട് നിർത്തി വന്നിട്ട് പറഞ്ഞ്, സാറേ ഞങ്ങൾ മോദിയുടെ ഫാൻസാണ്, അപ്പോൾ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യും. ഈ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു BJPക്കും മോദിക്കും അനുകൂലമായ ഈ ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡിലാണ് ഞാൻ എൻ്റെ വിജയപ്രതീക്ഷ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മോദിക്കൊരു വോട്ട് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് സാറേ, നമ്മുടെ തീരദേശ മേഖലയിലൊക്കെ വലിയ തോതിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ് സാർ. പ്രത്യേകിച്ച് അവിടെ ഈ കടൽ ഭിത്തിയുടെ കാര്യത്തിലാണെങ്കിലും പുലിമുട്ട് എല്ലാം തന്നെ ഒരു പ്രശ്നമായി നിൽക്കുന്നു. അതിന് ഹൈബിയുടെ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ കേന്ദ്രം അനുവദിക്കുന്നില്ല ഫണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അതിനെ വിശദീകരിക്കുക. സാർ എങ്ങനെ കാണുന്നത്? അല്ല, കേന്ദ്രം, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നം ഉന്നയിക്കുന്നതിന് വേണ്ടി എത്ര സമയം തീരദേശങ്ങളിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന MP-മാർ പാർലമെൻറ്റിൽ ചെലവഴിച്ചിട്ടുണ്ടാവില്ല? അതിൻ്റെ കണക്കൊന്നും അവർ പറയട്ടെ. എത്ര സമയം? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാനായിട്ട് അവരെത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്? പിന്നെ തീരദേശത്തോട് ഭയങ്കര സ്നേഹമാണല്ലോ ഇവർക്ക്. 65 കൊല്ലക്കാലം മത്സ്യമേഖലയ്ക്ക് ഒരു വകുപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വകുപ്പ് വേണം എന്ന് ഈ MP-മാരിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? തെളിവ് ഹാജരാക്കട്ടെ. ഹൈബി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? തെളിവ് ഹാജരാക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മോദിയാണൊരു വകുപ്പുണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായ വികസന അജണ്ട മുന്നോട്ട് വെച്ച് തന്നെയാണ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനും ഒപ്പം NDAയും എല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു പ്രചാരണത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ കാണുന്നത്? പ്രചാരണ പ്രവർത്തനങ്ങളെ ഒപ്പം നടക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാധ്യതകളെല്ലാം. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ വൈകിയാണ് സ്ഥാനാർത്ഥി എത്തിയത് എന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം മറികടന്ന് ഏറ്റവും മുൻപന്തിയിൽ NDAയുടെ പ്രചരണം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി കടന്നു ചെല്ലാത്ത 7 നിയോജക മണ്ഡലങ്ങളിൽ BJPയുടെ ദൃഷ്ടിയിൽ അത് 14 സംഘടനാ മണ്ഡലങ്ങളാണ്. 14 സംഘടനാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി 3 തവണ എത്തിക്കഴിഞ്ഞു. കീ വോട്ടേഴ്സിനെ സമ്പർക്കം ചെയ്തായാലും അല്ലാതെ തുറന്ന ജീപ്പിലുള്ള പര്യടനം ഉൾപ്പെടെ അദ്ദേഹം 3 തവണ സംഘടനാ മണ്ഡലങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഏറ്റവും വളരെ വേഗതയേറിയ ഒരു പ്രചരണം അദ്ദേഹം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം NDA മൊത്തം അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് മോദിക്കൊരു വോട്ട്,
മോദിയുടെ ഗ്യാരണ്ടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സത്യത്തിൽ എറണാകുളത്തിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് മോദിയുടെ കൈസ്പർശമുള്ള വികസനമാണ്. മോദിയുടേതല്ലാത്ത ഒരു വികസനവും എറണാകുളത്ത് എത്തിയിട്ടില്ല. ഹൈബി വെറും പാഴ്വാക്ക് മാത്രമാണെന്ന് ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെയാണ് NDA മുന്നോട്ട് പോകുന്നത്. ഓരോ നിയോജക മണ്ഡലത്തിന്റെയും മുക്കിലും മൂലയിലും എത്തിക്കൊണ്ട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലെയും വോട്ടർമാരെ നേരിൽ കാണുവാൻ ഇതിനിടയിൽ തന്നെ പരമാവധി സാധിച്ചിരിക്കുന്നു. 3 തവണ വരെ ഓരോ വീടുകളിലും കയറി വോട്ടഭ്യർത്ഥിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതെ, സംഘടനാ മണ്ഡലങ്ങളിലെയും അത് വലിയൊരു വിജയമായി തന്നെയാണ് BJPയും NDAയും കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിജയം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് എറണാകുളത്തും NDA. ക്യാമറാമാൻ രാജേഷിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.